ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗോകുലം കേരള എഫ്.സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്ലെയർ സൈനിങ്സും അതുപോലെ അവരുടെ ടെക്നിക്കൽ ടീംസിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് അവരുടെ ഒരു സൈനിങ്, അത് നാച്ചോ അബലേഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് വിങ്ങറെയാണ് സൈൻ ചെയ്യുന്നത്. ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ 28 വയസ്സുകാരനായിട്ടുള്ള ഒരു സ്പാനിഷ് പ്ലെയറാണ്. അദ്ദേഹം ബാഴ്സലോണയുടെ ബി ടീമിലൊക്കെ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. അതാണ് ഇന്നലെയൊക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു പിക്ക്, അതായത് മെസ്സി, നെയ്മർ, സുവാരസിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം. അദ്ദേഹം റയൽ ബെറ്റിസിൻ്റെയൊക്കെ ഒരു അക്കാഡമി വഴി ഉയർന്നു വന്നിട്ടുള്ള പ്ലെയറാണ്. റയൽ ബെറ്റിസിന് വേണ്ടി കളിച്ചതിന് ശേഷമാണ് ബാഴ്സയുടെ പറഞ്ഞ ബി ടീമിലൊക്കെ എത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് സ്പാനിഷ് തേർഡ് ടയറിലൊക്കെയാണ്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം കളിക്കുന്നത് സ്പാനിഷ് ഫോർത്ത് ടയർ ക്ലബ്ബായിട്ടുള്ള CF ടലവേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ നമ്പർ, ഇപ്പം നമ്മൾ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റൊക്കെ നോക്കുമ്പോൾ 173 മത്സരങ്ങൾ, 20 ഗോൾ, 9 അസിസ്റ്റ്. അതൊരു ഗ്രേറ്റ് സ്റ്റാറ്റായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് പറഞ്ഞല്ലോ, പുതിയൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്, പുതിയൊരു ലീഗിലേക്ക് വരികയാണ്. സോ അതെങ്ങനെ വർക്കൗട്ടായി വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നോക്കി കാണേണ്ടതാണ്. അതുപോലെ അബ്ദുൽ ഉമാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല. ഒരു ഉഗാണ്ടൻ സെൻട്രൽ ഫോർവേഡായിട്ടുള്ള പ്ലെയറാണ്. വെറും ഉഗാണ്ടൻ പ്ലെയറല്ല, ഉഗാണ്ടയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ 10 മുകളിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളും ഉഗാണ്ടയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിൽ സ്കോറും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും യങ്ങാണ്, 27 വയസ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം. ഉഗാണ്ടക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറൊക്കെ തുടങ്ങുന്നത് സ്വീഡനിൽ നിന്നാണ്. ഏതാണ്ട് യൂത്ത് കരിയർ തുടങ്ങിയ ഒരു 5-6 വർഷത്തോളം അദ്ദേഹം സ്വീഡനിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അവിടുത്തെ ഒരു സെക്കൻഡ് ടയറിലാണ് അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. അതിൻ്റെ 75 മത്സരങ്ങൾ, 6 ഗോൾ, 8 അസിസ്റ്റാണ് അതിൻ്റെ നമ്പർ. അതുപോലെ ഫസ്റ്റ് ടയറിലും അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഈജിപ്തിലെ ലീഗിലൊക്കെ കളിച്ചിരുന്നു. പിന്നെ ഒരു സീസണോ മറ്റോ അദ്ദേഹം ഉഗാണ്ടൻ ലീഗ്, അതായത് സ്വന്തം രാജ്യത്തെ ലീഗിൽ കളിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് ക്രൊയേഷ്യയിലാണ്. ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള സ്ലാവിൻ ബെലൂപ്പോ എന്ന് പറഞ്ഞൊരു ക്ലബ്ബിലാണ്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം 4 മാച്ചൊക്കെ കളിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ഗോൾസൊന്നും അദ്ദേഹം സ്കോറും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാണെങ്കിൽ ഒരു നല്ല ലീഗിൽ നിന്നാണ് വരുന്നത്. ഫ്രം ക്രൊയേഷ്യൻ ലീഗ് ടു ഐ ലീഗ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊഫൈലായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഇനി അവരുടെ ടെക്നിക്കൽ ടീംസിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് ടെക്നിക്കൽ ഡയറക്ടറായിട്ട് രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഒരു വലിയൊരു ഫിഗറിനെ ഗോകുലം കേരള FC കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. 37 വർഷത്തെ ഒരു കോച്ചിങ് കരിയർ അദ്ദേഹത്തിനുണ്ട്. യൂത്ത് ലെവലിൽ വർക്ക് ചെയ്ത് ഒരുപാടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആയിരക്കണക്കിന് പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള 100 കണക്കിന് പ്ലേയേഴ്സ് ഇന്ത്യയുടെ പല കാറ്റഗറി, അതായത് സീനിയർ ടു ജൂനിയർ ലെവലിലുള്ള പല നാഷണൽ ടീമിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഗോകുലം കേരള FC അവരുടെ ടെക്നിക്കൽ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ രഞ്ജിത്ത് TA എന്ന് പറഞ്ഞിട്ടുള്ള കോച്ചിനെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മലയാളിയാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ 18 ടീമിൽ വർക്ക് ചെയ്തിരുന്നു. അതുപോലെ റിസർവ് ടീമിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റേ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലെ ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിട്ടുള്ള സമയത്തോ അതുപോലെ KPL വിൻ ചെയ്ത സമയത്ത് ഇദ്ദേഹമാണ് കോച്ചിങ്. എനിക്ക് ഒരു കൺഫ്യൂഷൻ 2-3 ദിവസം മുമ്പേ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു രഞ്ജിത്ത് ടിയയുടെ ഒരു അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നു എന്ന് പറയുന്ന സമയമാണ്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടിയില്ല. അപ്പം നിങ്ങൾക്കത് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും, ഇതിലേതാണ് എന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഐ ലീഗിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു സീസൺ ഉണ്ടായിരുന്നു. സഹലൊക്കെ അന്ന് കളിക്കുന്നൊരു സീസണാണ്, 2018 ആ ടൈമിലാണെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? ഉറപ്പായിട്ടൊന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ സനിയോ.